പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മീഡിയകളുടെ കണ്ണുകെട്ടാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ഉപയോഗിക്കുന്ന ചാനലുകൾ, മൊബൈൽ ഫോണുകൾ എന്തെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. അറിയില്ലേ, നസീറ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം മകൾ സൽമത്തിനെ കൊല ചെയ്യാനുള്ള കാരണം എന്താണ്? നസീറയുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം വന്നിരുന്ന മിസ്ഡ് കോൾ അവൾ ഒരിക്കൽ തിരിച്ചടിച്ചപ്പോൾ അതൊരു ഏതോ അന്യമതസ്ഥനായ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അവർ തമ്മിൽ വളരെയധികം പ്രണയത്തിലായി. അങ്ങനെ പലപ്പോഴും പാതിരാ നേരത്തെ നസീറയെ കാണുന്നില്ല. ഉറക്കിൽ നിന്ന് ഉണർന്നെണീക്കുമ്പോൾ ആ വീട്ടിൽ നസീറയും തന്റെ മോൾ സൽമത്തും മാത്രമേ ഉള്ളൂ. പക്ഷേ ഉമ്മയെ കാണാതിരിക്കുമ്പോ ആ പെൺകുട്ടി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ പറയും, മോളെ, ഞാനിവിടെ കാറ്റുകൊള്ളാൻ വേണ്ടി വന്നതാണ്. പെൺകുട്ടിക്ക് അറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ അവൾ ഒരിക്കൽ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ തന്റെ ഉമ്മയുടെ വൃത്തിഹീനമായ ഈ കാഴ്ച കണ്ട് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. അവൾ ക്ലാസ്സിൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. ഇത് കണ്ട് കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചു, അല്ലയോ സൽമത്തെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവളുടെ മനസ്സിൽ നിന്ന് ആ തേങ്ങൽ അവസാനിപ്പിക്കാൻ കഴിയാതെ അവൾ കൂട്ടുകാരികളോട് കാര്യം പറയുകയാണ്. അന്നും പതിവ് പോലെ ഉമ്മ മച്ചിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് ഉമ്മയോട് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഇത് ചെയ്യരുത്, ഞാൻ എന്റെ ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ സൽമത്ത് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ കാമുകനെ വിളിച്ചു വരുത്തി ഉമ്മ ആ മകളുടെ കഴുത്ത് ഷാൾ ഉപയോഗിച്ചുകൊണ്ട് വെരിഞ്ഞുമൊരുക്കി കൊല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ഞാൻ കഥ പറയുകയല്ല, ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ കൊന്നിട്ട് ഇവൾ പുറത്തേക്ക് പോവുകയാണ്. നേരം വെളുക്കാൻ കാലത്ത് കാമുകനും ഇവളും കൂടെ കെട്ടിത്തൂക്കി. അങ്ങനെ രാവിലെ ഇവൾ ഷോപ്പിംഗ് കഴിഞ്ഞു വന്ന് പൊട്ടിക്കരയുന്നു, എന്റെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പോലീസുകാർ വന്നു. അവരുടെ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം അവർ വിധി എഴുതി, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അങ്ങനെ നസീറയെ ചോദ്യം ചെയ്തു. നസീറ സമ്മതിച്ചില്ല. അവസാനം സ്കൂളിലേക്ക് അന്വേഷണം വ്യാപിച്ചു. അവിടെ നിന്നാണ് ഈ കഥയുടെ ചുരുളെഴുന്നത്. ഇന്നും ഞാനിവിടെ സംസാരിക്കുമ്പോഴും നസീറ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഴികൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതുപോലത്തെ നസീറമാർ നമ്മുടെ കൂട്ടത്തിൽ പിറക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ല സ്ത്രീകളായി, നല്ല സഹോദരിമാരായി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മാറേണ്ടതുണ്ട്. ഇതുപോലത്തെ സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ 6-ാം നൂറ്റാണ്ടിൽ പെണ്ണ് പിറക്കാൻ പാടില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ പെണ്ണിനെ ജീവിക്കാൻ അവകാശം നേടിക്കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സയ്യിദുനാ ആമിർ റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നു, നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആമിറെ, നീ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ 9 മക്കളെ കുഴിച്ചു മൂടിയ റസൂലല്ലാഹ്, എനിക്കതൊന്നുമല്ല പ്രശ്നം. എന്റെ അവസാനത്തെ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ രംഗം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല നബിയെ. റസൂലുള്ള ചോദിക്കുന്നു, ആമിറെ, എന്താണ് സംഭവിച്ചത്? ആമിർ റളിയല്ലാഹു അൻഹു തേങ്ങിക്കൊണ്ട് പറയുന്നു, നബിയെ, എന്റെ അവസാനത്തെ കുഞ്ഞിനെ ഞാൻ കൊലപ്പെടുത്തിയത് എന്റെ കുഞ്ഞുമോൾ, അവൾ എന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് ഞാൻ കച്ചവടത്തിന് പോവുകയാണ്. അങ്ങനെ മൈലുകൾക്കപ്പുറത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കച്ചവടത്തിന് പോയാൽ തിരിച്ചു വരുന്നത്. ഒരുപാട് വനങ്ങളിലൂടെ, കാടും മേടും നിറഞ്ഞ വഴികളിലൂടെ, മണൽക്കൂനുകളിലൂടെ ഞാൻ യാത്ര ചെയ്തു. നബിയെ, ഞാൻ അങ്ങനെ മാസങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ടവളെ, ഞാൻ കച്ചവടത്തിന് പോകുമ്പോൾ നീ ഗർഭിണിയല്ലേ?
ഇപ്പോൾ നിന്റെ കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നബിയേ, അത് ചാപ്പിള്ളയായിരുന്നു, ഞാൻ അതിനെ കുഴിച്ചു മൂടി, ഞാനത് വിശ്വസിച്ചു പോയി നബിയെ. പിന്നെയും ഞാൻ കച്ചവടത്തിന് പോയി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഞാൻ തിരിച്ചു വന്നു. അതാ പുറത്ത് എന്റെ ഭാര്യ ആ കുഞ്ഞുമോളെ അടുത്ത വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു. ഞാൻ അതറിഞ്ഞില്ല നബിയെ. കാരണം എന്റെ ഭാര്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നോട് കളവ് പറഞ്ഞിട്ടില്ല. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ ആ കുഞ്ഞുമോൾ എന്റെ വീട്ടിൽ കളിമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ കുട്ടിയോട് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം എന്റെ കുഞ്ഞുമോൾ എന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, ഈ കാണുന്നത് നിങ്ങളുടെ പൊന്നുമോളാണ്. നിങ്ങൾ ആ കുട്ടിയെ കൊല ചെയ്യുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ മറച്ചു വെച്ചതാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, എനിക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമാണ്. അവളുടെ കുഞ്ഞിളം കൈപിടിച്ചുകൊണ്ട് ഞാൻ അവളെ ഉമ്മ വെക്കുമായിരുന്നു നബിയേ. എന്റെ കൂടെ എപ്പോഴും ആ കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ കൈപിടിച്ചിട്ട് അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആളുകൾ പറയുന്നു, പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും നബിയെ എന്നെ പരിഹസിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു നബിയെ ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ. അങ്ങനെ ഞാൻ പുതുവസ്ത്രം അണിയിച്ചൊരുക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ, ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ട്. എന്റെ കുഞ്ഞുമോൾ നബിയെ എന്നോട് കൂടെ പുറപ്പെട്ടു. ആ കുഞ്ഞുമോൾക്കറിയില്ല ഈ ഉപ്പഴെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നറിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്ക് പോയി. ദൂരെയുള്ള സിംഹത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റ കടുവയുടെയോ വായിലേക്ക് കുട്ടിയെ വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പക്ഷേ അവിടെ കടുവയില്ല, സിംഹമില്ല. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ കൊല ചെയ്യാൻ തീരുമാനിച്ചു. അതാ ദൂരെ ഒരു പൊട്ടക്കിണർ കാണുന്നു. ആ കിണറിന്റെ അടുക്കലേക്ക് എന്റെ കുഞ്ഞുമോളെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ, ഇതാ ഈ കിണറ്റിൽ നിന്റെ കളിക്കൂട്ടുകാരനായ അമ്പിളിമാമനുണ്ട്, ഒന്ന് നോക്കൂ പൊന്നുമോളെ. എന്റെ കുഞ്ഞുമോള് നബിയെ, എന്റെ കുഞ്ഞുമോൾ ആ കിണറ്റിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉപ്പാ, എന്റെ കളിക്കൂട്ടുകാരൻ ഇതില്ല ഉപ്പാ. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. എന്റെ കുഞ്ഞുമോള് അമ്പിളിമാമനെ കാണാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ മെല്ലെ അതിലേക്ക് തള്ളിയിട്ട് യാ റസൂലല്ലാഹ്. അങ്ങനെ എന്റെ കുഞ്ഞുമോള് എന്നോട് പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഉപ്പാ? ഞാൻ ദൂരെ കിടക്കുന്ന ഒരു വലിയ പാറക്കല്ല് എടുത്തു. ആ പാറക്കല്ലുമായി വന്നപ്പോ നിസ്സനയായ എന്റെ കുഞ്ഞുമോള് പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പാറക്കല്ല് ഉയർത്തിയപ്പോൾ എന്റെ മോൾ എന്നോട് പറഞ്ഞു, യാബീ, എന്റെ ഉപ്പ എന്നെ കൊല്ലല്ലേ ഉപ്പ എന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞുമോള് പറഞ്ഞപ്പോഴും എന്റെ മനസ്സ് അലിഞ്ഞു പോയില്ലേ റസൂലല്ലാഹ്. അങ്ങനെ ഞാൻ ആ കല്ലിട്ടപ്പോഴും എന്റെ കുഞ്ഞിന്റെ തലച്ചോറ് പോലും പൊട്ടിപ്പോയി നബിയെ. അപ്പോഴും ചലനമറ്റ കൈകൾ മെല്ലെ ചലിക്കുന്നുണ്ട്. എന്റെ ഉപ്പ എന്നെ കൊന്നുപോലെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞുമോള് കൈകൊണ്ട് കാണിക്കുന്ന സമയത്ത് പോലും എന്റെ മനസ്സ് അലിഞ്ഞില്ല യാ റസൂലല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു അഭിശപ്ത യുഗത്തിൽ നിന്നും സ്ത്രീകളെ നിങ്ങളെ രക്ഷിച്ച നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സമയം വളരെ അധികരിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജനങ്ങളായി ജീവിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം സമ്പാദിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ വചനം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.